ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധനായ പരിമലത്തുനിമേനിയുടെ 111 ഓർമ്മദിനത്തോട് അനുബന്ധിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ശാന്തി തീരം എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ പരിമലത്തുനിമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുമിച്ച് സംഗമിക്കുവാൻ, ദൈവവാക്കുകൾ കേൾക്കുവാൻ, ശ്രവിക്കുവാൻ ദൈവം ഒരിക്കൽ കൂടി തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സുവിശേഷ പ്രസംഗം എന്നതിനേക്കാൾ ഉപരിയായി ഈ പ്രോഗ്രാം ധ്യാന പ്രസംഗം എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് നോട്ടീസിൽ കാണുന്നത്. സുവിശേഷ പ്രസംഗത്തേക്കാൾ ധ്യാന പ്രസംഗം ചില ആശയങ്ങളെ മനസ്സിലാക്കുവാൻ, നമ്മുടെ ചിന്തയിലേക്ക് വിഷയീഭവിക്കുവാൻ തക്കവണ്ണമുള്ള സന്ദർഭമാണ് ധ്യാന പ്രസംഗം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവാണ് ധ്യാനത്തിലേക്ക് നാം നയിക്കുകയും അതിലേക്ക് നമ്മളെ ഒരുക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധനായ പരിമലത്തുനിമേനിയുടെ ഈ ഓർമ്മദിനങ്ങളിൽ നമ്മുടെ മനസ്സിനെ ശാന്തതയിലേക്ക് ദൈവത്തോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം ഒരുക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ ദൈവം, അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചിതയിലേക്ക്, അല്ലെങ്കിൽ ശരീരം അവസാന വംശങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അറിയാം, ഗാന്ധിജി എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ ജനങ്ങളെല്ലാവരും കൂടി ആർത്ത് ഉരച്ച് ശബ്ദിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അമർ രഹോ അമർ രഹോ, അമരത്വം പ്രാപിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാഷ്ട്രത്തിന് വേണ്ടി മരിച്ചു വീണ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും രാഷ്ട്രത്തിന് വേണ്ടി നൽകിയ ഗാന്ധിജി അമരത്വം പ്രാപിക്കട്ടെ, നിത്യജീവൻ പ്രാപിക്കട്ടെ എന്നാണ് ജനങ്ങൾ ഒറ്റ ശബ്ദത്തിൽ ശബ്ദിക്കുന്നത്. അമരത്വം പ്രാപിക്കട്ടെ എന്ന് പറയുമ്പോൾ നിത്യജീവനെ പ്രാപിക്കുവാൻ ഇനിയും അവൻ ജനഹൃദയങ്ങളിലൂടെ, മനുഷ്യ മനസ്സുകളിൽ കൂടി ജീവിക്കുന്നു എന്നൊരു വലിയ ആശയമാണ് ഇതിൽ നമ്മൾക്ക് നൽകുന്നത്. നമ്മൾ ഇന്ന് ഓർക്കുന്ന പരിശുദ്ധനായ പരിമലത്തുനിമേനിയും അമരത്വം പ്രാപിച്ച് ജനഹൃദയങ്ങളിലൂടെ, തലമുറകളിലൂടെ ഓർക്കപ്പെട്ട് അനുദിനം ജീവിക്കുന്ന വ്യക്തിയാണ്. ആ പരിശുദ്ധനായ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് സന്ധ്യയുടെ സമയം കുറേ സമയം ദൈവമുമ്പാകെ ചെലവഴിക്കുന്നത്. ആരാണ് പരിശുദ്ധൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശുദ്ധൻ എന്ന ചിന്തയിൽ ഓർക്കുമ്പോൾ പ്രധാനമായിട്ടും 3-4 ചിന്തകൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, വിശുദ്ധ വചനത്തിൽ കാണുന്നുണ്ട്, 1 തീമോത്തിയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് ക്രിസ്തു തന്നെ. ഈ വേദഭാഗത്തെ നമ്മൾ ഓർക്കുമ്പോൾ ദൈവമെന്ന പരിശുദ്ധനപ്പുറത്ത് വേറെ പരിശുദ്ധന് സ്ഥാനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആധുനികതയുടെ ചില ചിന്തകളൊക്കെ നമ്മളെ സ്വാധീനിക്കുവാൻ ഇടയാകാറുണ്ട്. എന്ന് വളരെ ഉദാഹരണത്തിൽ കൂടി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ വലിയ സൃഷ്ടിയുടെ കേന്ദ്രസ്ഥാനമാണ് സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗോളമാണ്. പ്രകാശം നൽകുന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സൂര്യൻ. ഇപ്പോൾ സൂര്യന് താഴെ മറ്റ് അനേകം ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഇങ്ങനെ ആ ശ്രേണിയിൽ നിരനിരയായി നിൽക്കുന്ന മറ്റു പല പ്രകാശം പരത്തുന്ന ചിന്തകളുമുണ്ട്. ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന സ്ഥാനം എപ്പോഴും സൂര്യന് മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റെല്ലാ സ്ഥാനവും സൂര്യന് താഴെയാണ്.
കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളത് വചനം സാക്ഷീകരിക്കുന്ന സത്യമാണ്. അപ്പോൾ അതിന് കീഴിൽ ചന്ദ്രനെ പോലെ സൂര്യപ്രകാശം സ്വീകരിച്ച് തിളങ്ങുന്ന അനേകം മറ്റനേക ഗോളങ്ങളുണ്ട്. അപ്പോൾ പരിശുദ്ധന്മാരെന്ന് പറയുന്നത് ഇതുപോലെ സൂര്യന് കീഴിൽ വിളങ്ങുന്ന നക്ഷത്രങ്ങൾ കൂടെ അല്ലെങ്കിൽ ജ്വലിക്കുന്ന ഗോളങ്ങളാണ്. ഇതാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, ദൈവം ക്രിസ്തു മാത്രമേ മനുഷ്യനും ദൈവത്തിനും മധ്യേ പരിശുദ്ധനുള്ളൂ. ഇത് വിശ്വാസം പൂർണ്ണമായി പാലിക്കുകയും അതേപോലെ അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് മലങ്കര സഭ. അപ്പോൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ക്രിസ്തുവിന്റെ കീഴിൽ ചന്ദ്രനെ പോലെ പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് വിശുദ്ധി പ്രകാശം പരത്തുന്ന ചന്ദ്രനാണ് വിശുദ്ധന്മാർ. ഈ വിശുദ്ധിയുടെ അനുഭവം ചിന്തിക്കുമ്പോൾ, ഒരു വിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഒന്നാമതായി നമ്മൾ ഓർക്കേണ്ട ഒരു ചിന്ത, അത് ഗ്രീക്ക് വാക്കിൽ പറയുന്നത് ഹഗിയോസ് എന്ന് പറയും. അതിന്റെ അർത്ഥം വൺ ഹൂ ഈസ് സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവൻ എന്നാണ്, അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പരിശുദ്ധൻ എന്ന് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്ത, വൺ ഹൂ ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ് ഓർ ഗോഡ്, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ് പരിശുദ്ധൻ. അതുകൊണ്ടാണ് ഹഗിയോസ് എന്ന ഗ്രീക്ക് വാദം ഉപയോഗിക്കുന്നത്, വേർതിരിക്കപ്പെട്ടവൻ എന്ന അർത്ഥം. പരിശുദ്ധനായ പരിമല തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ ലോകത്തിനു വേണ്ടി, ജനത്തിനു നന്മ ചെയ്യുവാൻ വേണ്ടി, പ്രാർത്ഥിക്കുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. രണ്ടാമതായി വിശുദ്ധൻ എന്ന പദത്തിന്റെ മറ്റൊരു ചിന്ത, ലോകത്തിന്റെ ആകർഷണത്തെ തള്ളിയവൻ. The attraction of world is being rejected. ലോകത്തിന്റെ ആകർഷണങ്ങളെ മാറ്റുവാൻ അല്ലെങ്കിൽ അതിനെ തള്ളി അവഗണിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നവനാണ് വിശുദ്ധൻ. പരിശുദ്ധനായ പരിമല തിരുമേനിയും എന്നെയും നിങ്ങളെയും പോലെ തന്നെ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചു കടന്നുപോയ വ്യക്തിയാണ്. ലോകത്തിന്റെ മോഹങ്ങളെ, ലോകത്തിന്റെ ആകർഷണങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ജീവിക്കുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് നമ്മൾ ഓർക്കുന്ന ഈ പരിശുദ്ധനായ പരിമല തിരുമേനി. ഏത് വിശുദ്ധനുമായിക്കൊള്ളട്ടെ. മൂന്നാമത് നമ്മൾ ഓർക്കുമ്പോൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് കഥീറോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നിർമ്മലൻ എന്നാണ്, അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ്, അൺപൊല്യൂട്ടഡ് എന്നർത്ഥം വരുന്ന കഥീറോസ്, നിർമ്മല വ്യക്തിത്വമുള്ളവനായിരിക്കണം പരിശുദ്ധൻ. പരിശുദ്ധനായ പരിമല തിരുമേനിയും നിർമ്മലനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ടാകും. നാലാമതായിട്ട് ഒരു പരിശുദ്ധനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഹംബിൾനെസ് ആൻഡ് മോഡസ്റ്റി, താഴ്മ. പരിശുദ്ധനായ പരിമല തിരുമേനിയെ ഓർക്കുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും നമ്മുടെ ചിന്തയിൽ വിഷയീഭവിക്കേണ്ട ഒരു 4 ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വൺ ഹൂ ഈസ് സെറ്റ് അപ്പാർട്ട്, വേർതിരിക്കപ്പെട്ടവൻ. രണ്ടാമതായിട്ട് പറഞ്ഞു ലോകത്തിന്റെ ആകർഷണങ്ങളെ തള്ളിയവൻ. മൂന്നാമതായി പറഞ്ഞു നിർമ്മലൻ കഥീറോസ്, അല്ലെങ്കിൽ അൺപൊല്യൂട്ടഡ് ട്രാൻസ്പെറന്റ്. നാലാമതായി ഞാൻ പറഞ്ഞത് ഹംബിൾനെസ് ആൻഡ് മോഡസ്റ്റി, ഒറ്റവാക്കിൽ പറഞ്ഞാൽ വിനയവും താഴ്മയും ഉള്ളവൻ. പരിശുദ്ധനായ പരിമല തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോഴും ഈ ചിന്തകളൊക്കെ അക്കമിട്ട് നമ്മൾ നേരെ പരിശോധിച്ചാൽ കാണുവാൻ കഴിയുന്നതാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം. ഈ ജീവിതം പോലെ നിർമ്മലക്കാക്കപ്പെട്ടവൻ, ലോകപ്രകാരമുള്ള മോഹങ്ങളെ ഉപേക്ഷിച്ചവൻ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ, തന്റെ താഴ്മയിൽ കൂടി ജീവിതത്തെ സമൂഹത്തിന് നന്മ ഭവിച്ചവൻ. ഇതായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ തിരുമേനിയുടെ ഓർമ്മയാണ് നമ്മളിപ്പോൾ ഇവിടെ ആഘോഷിക്കുകയും കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നത്. കാലത്തിന്റെ ചുവരെഴുത്തുകളെ പുതുക്കി എഴുതുവാൻ കഴിഞ്ഞവനായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, കാലത്തിന്റെ ചുവരെഴുത്തുകളെ മാറ്റിമറിക്കുവാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് ധ്യാനത്തിന് നിമിഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വിശുദ്ധന്റെ ഓർമ്മയും കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതവും
വിശുദ്ധനെ പോലെ ആയിത്തീരുവാൻ കഴിയണം. ദൈവത്തിൻ്റെ ഉണ്മയും സാദൃശ്യവും വഹിച്ചിരിക്കുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയണം എന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മളോട് പറയുമ്പോൾ, ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം നമുക്ക് ഒരു വഴികാട്ടിയാകണം. ഈ ജീവിതത്തെ സ്വയം തിരിച്ചറിയുവാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥവും അതുതന്നെയാണല്ലോ. തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ്. അതാരാണോ അതാണ് മനുഷ്യൻ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കപ്പെടുന്നതും ഇതുതന്നെയാണ്, വിവേചന ശക്തി. അപ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനിയെ ഓർക്കുമ്പോൾ നമ്മളെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കുവാൻ, നമ്മളെ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുവാൻ കഴിയുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയണം. ഇവിടെ ചില ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ, ഒന്ന് റീതിങ്ക് ചെയ്യുവാൻ, പുനരായി എഴുതപ്പെടുവാൻ സാധിപ്പിക്കും. വിശുദ്ധ വചനത്തിൽ അപ്രകാരം നമ്മൾ കാണുന്ന ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗം. അത് ഇപ്രകാരമാണ്: എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചിലർ യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്യുവാൻ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കുകയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി അവിടെ നിന്ന് ഓടിപ്പോയി. ഈ വേദഭാഗത്തിന്റെ ചിന്തയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ 3 മിഷണറി യാത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഈ 3 മിഷണറി യാത്രയും പരിശുദ്ധനായ പൗലോസ്ലീഹ ഗ്രീക്കിലും റോമയുടെ മറ്റു നഗരപ്രാന്ത പ്രദേശങ്ങളിലും പോയി സുവിശേഷം അറിയിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സഭയുടെ വളർച്ചയുടെ ചരിത്രമാണല്ലോ അപ്പോസ്തല പ്രവൃത്തി. ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന വേദഭാഗത്ത് പരിശുദ്ധനായ പൗലോസ്ലീഹ തന്റെ 3-ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്തിൽ എത്തിപ്പെടുകയാണ്. കൊരിന്തിൽ എത്തിപ്പെടുമ്പോൾ അവിടെ കാണുന്നത് സ്കേവ എന്ന് പറയുന്ന ഒരു മഹാപുരോഹിതന്റെ 7 മക്കൾ. ദുർമന്ത്രവാദം ചെയ്തും തെറ്റായ ജീവിത മാർഗത്തിൽ കൂടിയും ധനസമ്പാദനം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നു ഈ 7 മക്കൾ. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്തിൽ വന്നപ്പോൾ ഇവരുടെ സാമ്പത്തികമായ പല ആഗ്രഹങ്ങളും നടക്കുവാൻ കഴിയാതെ പോയി. കാരണം പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ പ്രസംഗം മൂലം മറ്റു പലരും ക്രിസ്തു സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇങ്ങനെ കൊരിന്തിലെത്തി ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ ദുർമന്ത്രവാദം നടത്തുന്ന സ്കേവായുടെ 7 മക്കൾ അവർക്ക് സാമ്പത്തികമായ പ്രയാസം, അല്ലെങ്കിൽ അവർ നേടിയിരുന്ന ധനമന്ത്രത്തിൽ കൂടി, ബ്ലാക്ക് മാജിക്കിൽ കൂടി നേടിയിരുന്ന ധനം നിർത്തലാക്കപ്പെട്ടു. ഇങ്ങനെ പലരും പൗലോസ്ലീഹയുടെ പ്രസംഗം കേട്ട് ക്രിസ്ത്യാനിയായി തീർന്നപ്പോൾ ഈ സ്കേവ എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ 7 മക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. എന്താണ് ആഗ്രഹം? പരിശുദ്ധനായ പൗലോസ്ലീഹ കാണിക്കുന്ന ഈ ട്രിക്ക് എന്താണ്? പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ഈ പ്രസംഗത്തിൽ കൂടിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടിയും അനേകർ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനുള്ള കാരണം. ഇത് അന്വേഷിക്കുകയായി പിന്നീട് 7 മക്കളുടെയും ഉത്തരവാദിത്വം. കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ് നിൽക്കുമ്പോൾ നമ്മൾക്കറിയാം, സാമ്പത്തികമായ നമ്മുടെ സ്രോതസ് നിൽക്കുമ്പോൾ പല മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കും. ഇതുപോലെ തന്നെയാണ് സ്കേവായുടെ 7 മക്കളും മറ്റ് പല മാർഗങ്ങളും അന്വേഷിച്ചുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ ട്രിക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ അവരത് കണ്ടുപിടിച്ചു. മറ്റൊന്നുമല്ല, പരിശുദ്ധനായ പൗലോസ്ലീഹ ആരുടെ മേൽ കൈവച്ചാലും പറയും, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുക എന്ന് പറയും.
ഇതായിരുന്നു പരിശുദ്ധനായ പൗലോസ് ലീഹ പറഞ്ഞിരുന്നത്. ഇങ്ങനെ അദ്ദേഹം നമ്മൾ കാണുന്ന വേദഭാഗം വായിക്കുമ്പോൾ കാണുന്നു, ഇങ്ങനെ പലരെയും സൗഖ്യമാക്കുന്നുണ്ട്. ഈ സ്കേവായുടെ 7 മക്കളും പോയി ഇത് മനസ്സിലാക്കിയ ശേഷം ഈ കൃത്യം അല്ലെങ്കിൽ എന്താണ് പൗലോസ് ലീഹായുടെ ദൗത്യമെന്ന് മനസ്സിലാക്കി ഇത് പ്രയോഗിക്കുവാനായിട്ട് 7 പേരും തുനിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുരാത്മാവ് ബാധിച്ച ഒരു വ്യക്തിയെ ഈ സ്കേവായുടെ മക്കൾ കാണുന്നത്. എന്തു ചെയ്തു? ഇവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ ദുരാത്മാവ് പിടിച്ച മനുഷ്യന്റെ മേലിൽ കൈവച്ചു. ദൈവിക വരം ലഭിക്കാതെ, ദൈവത്തിന്റെ കൃപ ലഭിക്കാതെ, പരിശുദ്ധനായ പൗലോസ് ലീഹായി കിട്ടിയിരിക്കുന്ന വരം ഈ സ്കേവായുടെ 7 മക്കൾ പ്രയോഗിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഈ ദുരാത്മാവ് ഈ സ്കേവായുടെ 7 മക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരാകുന്നു? ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: evil spirits answered back and said that Jesus I acknowledge and I know about Paul, but who are you? ഇതാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് നസ്രയനായ യേശുവിനെ അറിയാം, പൗലോസിനെ പരിചയമുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ ആരാകും എന്ന് പറഞ്ഞതാണ്. നമ്മുടെ മുന്നിലും ചില ചോദ്യങ്ങൾ ഉയർന്നു വരുവാൻ കഴിയും. ഇവിടെ സ്കേവായുടെ മക്കളോട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത് ആരാണ്? ഈവിൾ സ്പിരിറ്റ്, ദുരാത്മാവാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും ദൈവിക മാർഗത്തിൽ നിന്നും മാറി മറ്റു പലതിനെയും അനുഗമിക്കുന്ന ലോകചിന്തയിൽ കൂടി കടന്നു പോകുമ്പോൾ, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോൾ, ദൈവിക മാർഗം വിട്ട് ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, ദുരാത്മാവ് നമ്മളോടും ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? നിങ്ങൾ ആരാകുന്നു? നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ പ്രസംഗിക്കുന്ന പൗലോസിനെ ഞങ്ങൾക്കറിയാം, പക്ഷെങ്കിൽ നിങ്ങൾ ആരാകുന്നു? ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ മുമ്പാകെയും കേൾക്കപ്പെട്ടതാണ്. ഹൂ ആർ യു? പല ഉത്തരങ്ങളും കണ്ടെത്തുവാൻ കഴിഞ്ഞിരിക്കാം. കാലത്തിന്റെ അപ്പുറത്തുള്ള സീമകളെ തിരിച്ചറിയുവാൻ മനുഷ്യന് കഴിഞ്ഞു. ചക്രവാളങ്ങൾക്കപ്പുറമുള്ള ഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ മനുഷ്യർക്ക് കഴിഞ്ഞു. ഹൃദയങ്ങളുടെ വേദനകളെയും ഹൃദയചിന്തകളെയും മനസ്സിലാക്കുന്ന പുതിയ മനഃശാസ്ത്ര രീതികൾ മനുഷ്യൻ മനസ്സിലാക്കി. എന്നാൽ സ്വയം തിരിച്ചറിയുവാൻ കഴിയാത്തൊരു ചോദ്യമാണ് ഹൂ ആർ യു? നീ ആരാകുന്നു? ഈ ചോദ്യം നമ്മളിവിടെ ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ദൈവത്തിന്റെ വഴിവിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യമാണിത്. ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ എല്ലാം ഒക്കെയാണ്. പെരുന്നാൾ ആഘോഷം ഭംഗിയാണ്. പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടി ഓർമ്മ പൂർവാധികം ഭംഗിയായി കൊണ്ടാടുന്നു. എല്ലാം ക്രമീകരണങ്ങളും നോക്കുമ്പോൾ ഭംഗിയാണ്. കോടികൾ കൊണ്ട് ചെലവഴിച്ച പള്ളികൾ ഇന്ന് പണിത് ഉയർത്തുകയാണ്. എല്ലാം രംഗത്തും നമ്മൾ ഇന്ന് ക്ലിയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷെങ്കിൽ പൗലോസിന്റെ വീക്ഷണം നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പൗലോസിന്റെ വീക്ഷണം എന്നാ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിങ്ങൾ സൗഖ്യമാക്കുക എന്ന് പറയുന്ന പൗലോസിന്റെ വീക്ഷണം നമുക്കുണ്ടോ? ഇതൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതാണ്. പക്ഷെങ്കിൽ സാത്താന്റെ ദുരാത്മാവിന് നമുക്കുണ്ട്. ഇതൊക്കെ തെറ്റായ മാർഗത്തിൽ കൂടി പ്രയോഗിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് കഴിയും. പക്ഷേ പൗലോസ് ലീഗയുടെ വീക്ഷണം നമുക്കുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? ആർ വി എക്സ്പീരിയൻസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ പരിശുദ്ധനായ പരിമളത്തിനും എനിക്ക് കഴിഞ്ഞു. പക്ഷെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്: ആർ വി എക്സ്പീരിയൻസ് ജീസസ് ക്രൈസ്റ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്? അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ, ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഓർക്കേണ്ടത്, പരിശുദ്ധ സ്ലീഹന്മാരും
പൗലോസ് ശ്ലീഹായും എന്താണ് പറഞ്ഞു കൊടുത്തത്? 1 യോഹന്നാൻ 1:1-2 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 1-2 വാക്യം. ആദ്യം മുതൽ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യം മുതലുള്ളതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവവചനങ്ങളെ ഞങ്ങൾ സാക്ഷിക്കുകയും നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ലോകത്തിന് കാട്ടിക്കൊടുത്തത്, കർത്താവിന്റെ ശിഷ്യന്മാർ ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ഇതാണ്: ആദ്യം മുതലുള്ളതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ കൊണ്ട് സ്പർശിച്ചതുമായ തിരുവചനത്തെ ഞങ്ങൾ സാക്ഷിക്കുകയും നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ കുറിച്ച് ഒരു എസ്സേ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയ പ്രയാസമൊന്നും വരികയില്ല. അമ്പഴ പാൽപ്പായസമാണ് വിഷയം. നമ്മളൊരു ഉപന്യാസം എഴുതാൻ ഇരിക്കുകയാണ്. നമ്മൾ പറയുകയാണ്, അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ കുറിച്ച് ഒന്ന് ഉപന്യാസം എഴുതാൻ പറഞ്ഞു. നമ്മൾ ഉപന്യാസം എഴുതും. ഉപന്യാസം എഴുതി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം രുചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തിരിച്ചുത്തരം ഇല്ല. ഇത്രയും 2 മണിക്കൂർ 3 മണിക്കൂർ നിങ്ങളിരുന്ന് എഴുതിയത് എന്താണ്? അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ മധുരം എന്താണ്, അത് എങ്ങനെ ഇരിക്കുമെന്നാണ്. എങ്കിൽ ഞാൻ തിരിച്ചു വരുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് പായസം രുചി എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് പലപ്പോഴും ക്രിസ്തുവിനെ നമ്മൾ കൊണ്ടാടുന്നത്. ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കാതെ പലപ്പോഴും ഇങ്ങനെ ഉപന്യാസം എഴുതുകയും പലരും പ്രസംഗിക്കുകയും വാഗ്ദോരണങ്ങളിൽ കൂടി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇതാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്. ക്രിസ്തുവിനെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു വലിയ പുണ്യാത്മാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. നമ്മൾ അമ്പലപ്പുഴ പായസത്തിന്റെ ഉപന്യാസം എഴുതുന്നത് പോലെയല്ല. രാത്രിയാമങ്ങളിലും ജീവിതത്തിന്റെ നിഷ്ഠകളിലും ജീവിതത്തിന്റെ സമയങ്ങളിലും ദൈവത്തെ രുചിച്ചറിഞ്ഞ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഒരു വലിയ സന്ദേശം, ഒരു വലിയ അനുഗ്രഹമാണ് നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്നും ഈ കപടത്തിൽ നിന്നും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വി ആർ റിപ്പീറ്റിംഗ് വാട്ട് സെയിൻസ് ആർ ഓൾറെഡി സെഡ്. വിശുദ്ധന്മാരും മറ്റു വചനങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ റിപ്പീറ്റേഴ്സ് ആകാറുണ്ട്. പക്ഷെങ്കിൽ റിപ്പീറ്റേഴ്സ് ആകുക എന്നുള്ളതല്ല നമ്മുടെ കടമ. പലപ്പോഴും നമ്മളിങ്ങനെ ചാൻഡ് ചെയ്യാറുണ്ട്, ഉരുവിടാറുണ്ട്. അതല്ല റിപ്പീറ്റേഴ്സ്. ഞാനും ഉൾപ്പെടുന്ന വൈദ്യസമൂഹം ഉൾപ്പെടെ പലപ്പോഴും പലതും ഇങ്ങനെ ചാൻഡ് ചെയ്യാറുണ്ട്, റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ റിപ്പീറ്റ് ചെയ്യേണ്ടതല്ല. നമ്മൾ ആരായിരിക്കണം? വി ആർ ബിക്കം എ ട്രാൻസ്ലേറ്റേഴ്സ്. നമ്മൾ വിവർത്തകരായി മാറണം. പഴയ കാര്യങ്ങളെ ഉരുവിട്ടുകൊണ്ട് ജീവിതത്തെ കാണുകയല്ല. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ മീനിങ്? ഇതാണ്: ട്രാൻസ്ലേറ്റ് വൺ ബുക്ക് ഫ്രം വൺ ലാംഗ്വേജ് ടു അതർ ലാംഗ്വേജ് വിത്തൗട്ട് ലൂസിങ് ഐഡിയാസ്. ആശയങ്ങൾ പുറന്തള്ളപ്പെടാതെ, ആശയങ്ങൾ നഷ്ടപ്പെടാതെ ഒരു ബുക്ക് വിവർത്തനം ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥ വിവർത്തനമായി മാറുന്നത്. ഇന്ന് പലപ്പോഴും വേദപുസ്തകത്തെ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റേഴ്സായി മാറുമ്പോൾ പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ആയിത്തീരണം, ട്രാൻസ്ലേറ്റേഴ്സ് ആയിത്തീരണം. ട്രാൻസ്ലേറ്റേഴ്സ്, വിവർത്തകരായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നെങ്കിൽ മാത്രമേ നമുക്ക് പരിമല തിരുമേനിയുടെ വിശ്വാസം അനുവർത്തിക്കുവാൻ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ജീവിച്ചിരുന്ന സാമൂഹ്യ ചിന്ത തൊട്ടുകൂടായ്മയും അനാചാരവും ഉൾപ്പെടുന്ന സമൂഹത്തിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ, തൊട്ടുകൂടാത്തവരെ അരികെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, സമൂഹത്തിലെ മറ്റ് പ്രയാസം അനുഭവിക്കുന്നവരെ കണ്ടെത്തുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞ ഒരു വലിയ പുണ്യാത്മാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. അതുകൊണ്ടാണ് കാലങ്ങൾ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ പ്രഭാവം ഉൾക്കൊള്ളുന്ന ഈ കബറിടം ഇന്നും അനേകർക്ക് അനുഗ്രഹമായി തീരുന്നത്. ഈ അനുഗ്രഹം അന്ന് സമൂഹം ദർശിച്ചു. പരിശുദ്ധനായ പരിമല തിരുമേനി, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു വിവർത്തകനായിരുന്നു. പുതിയ ചിന്തകളെ കണ്ടെത്തി, പുതിയ ആശയങ്ങളെ കണ്ടെത്തി, അത് സമൂഹത്തിന് കൊടുത്തു, സഭയ്ക്ക് കൊടുത്തു. അനേകം ആൾക്കാർ സഭയിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്കറിയാവുന്നല്ലോ, പരിശുദ്ധനായ
പത്രോസ് പ്രസംഗിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-41 വാക്യത്തിൽ പറയുന്നു, ഒരു ദിവസം 30,000-3000 പേരാണ് സഭയോട് ചേർന്നത്. പരിശുദ്ധനായ പത്രോസ് പ്രസംഗം കേട്ട് ഒരു ദിവസം 3000 പേര് സഭയോട് ചേർന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നന്മ കണ്ട്, ആകർഷണം കണ്ട് പലരും ക്രിസ്തുവിലേക്ക് കടന്നു വന്നത് പരിശുദ്ധനായ പരിമല തിരുമേനി പുതിയ ആശയങ്ങളെ, പുതിയ ചിന്തകളെ സഭയ്ക്കും സമൂഹത്തിനും നൽകുവാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ കബറിടത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സ്കേവായുടെ 7 മക്കൾ ദൈവനാമത്തെ എങ്ങനെ ഉപയോഗിച്ചുവോ, ദൈവനാമത്തിനു വേണ്ടി എങ്ങനെ പ്രവർത്തിച്ചുവോ, ഇത് പലപ്പോഴും നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന മാർഗമാണ് എങ്കിൽ പരിശുദ്ധനായ പരിമല തിരുമേനി ദൈവവാക്യത്തെ നന്മയ്ക്കു വേണ്ടി, സഭയുടെ നന്മയ്ക്കു വേണ്ടി, തൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് സമൂഹ ബന്ധങ്ങളുടെ നന്മയ്ക്കു വേണ്ടി വിനിയോഗിച്ചു എന്ന് കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധനായ പരിമല തിരുമേനി ഒരു വിവർത്തകനായിരുന്നു. ഒട്ടും ആശയങ്ങളെ പുറന്തള്ളാതെ ദൈവവാക്യത്തെ യഥാർത്ഥമായി വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു. ആ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മയിൽ ചില ദുർബോധങ്ങൾ നമ്മളോടും ചോദിക്കുകയാണ്, ഹൂ ആർ യു? നീ ആരാണ്? എനിക്ക് കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമോ? ഹൂ ആർ യു ആൻഡ് വാട്ട് ആം ഐ? ഞാൻ എന്താണ്, ഞാൻ ആരാകുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം വിശുദ്ധ വചനത്തിൽ നമ്മളെ കാണുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മളോട് പറയുന്നത് വിശുദ്ധ വചനം പഠിക്കണം എന്ന് പറയുമ്പോൾ ഈ ദുരാത്മാവ് ചോദ്യത്തിന് ഉത്തരം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നു. പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യം. 1 Peter chapter 2 verses 9 to 10. ഇവിടെ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. പത്രോസ്ലീഹ ലേഖനത്തിൽ കൂടി പറയുകയാണ്, ഹു ആർ യു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഞാൻ ആരാകുന്നുവെന്ന് പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ കൂടി വരച്ചു കാട്ടുകയാണ്. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നീ ആരാണ് എന്ന് ചോദിച്ചാൽ 4 ഉത്തരം പറയുവാൻ പരിശുദ്ധനായ പത്രോസ്ലീഹ നമ്മളോട് പറയുന്നു. ഒന്നാമത്തെ ഉത്തരം ഇവിടെ പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചവൻ. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന്റെ വിളിയുടെ ഉദ്ദേശം എന്താണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ആർഷഭാരതത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമായ നമ്മളെപ്പോഴും നമ്മുടെ പിതാക്കന്മാർ, ആർഷമുനിമാർ ഉച്ചരിച്ചിരുന്ന ഒരു പ്രാർത്ഥനാ മന്ത്രമായിരുന്നുവല്ലോ, തമസോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ, മൃത്യോമോ അമൃതം ഖമയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഇതിന്റെ അർത്ഥം. എന്റെ ഭക്തവന പറയുന്നത്, തമസോമ ജ്യോതിർഗമയ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ. ജീവിതത്തിന്റെ വഴിയിൽ കൂടി കടന്നു പോകുമ്പോൾ ഇരുട്ടിന്റെ സൈന്യത്തിന്റെ ശക്തിയിൽ ഞാൻ അകപ്പെട്ടു പോകുമ്പോൾ പരമകാരുണികനായ ഈ ജഗദീശ്വര എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ. ഇതായിരുന്നു ഋഷിവരന്മാരുടെ പ്രാർത്ഥനയിൽ ഉരുവിട്ടത്. പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ വിളിക്കപ്പെട്ടവരായ നമ്മളും നിരന്തരം ചൊല്ലേണ്ട പ്രാർത്ഥനയാണിത്, തമസ്സോമ ജ്യോതിർഗമയ. രണ്ടാമതായി പറയുന്നു, അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ജീവിതത്തിൽ യാത്രയിൽ മുന്നേറുമ്പോൾ സാമൂഹ്യ ചിന്തകളും
മറ്റ് ലോകപ്രകാരമുള്ള ചിന്തകളും എന്നെ ആകർഷിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ജഗദീശ്വര, ഈ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് എന്നെ നയിക്കണമേ. മൂന്നാമതായി പറയുന്നതാണ് മൃത്യോമ അമൃതം ഗമയ. ഈ നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്ക് എന്നെ നയിക്കണമേ. അപ്പോൾ ആർഷഭാരതത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമായ പിതാക്കന്മാരുടെ ഈ പ്രാർത്ഥന ജീവിതത്തിൽ അനുസ്യൂതം ഓരോ നിമിഷവും തുടർന്നുകൊണ്ടിരുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? ലോകപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുവാൻ കടപ്പെട്ടവരാണ്. ഈ അനശ്വരമായ ലോക ജീവിതത്തിൽ അനശ്വര അനുഭവത്തിലേക്ക് എറ്റേണൽ ലൈഫ് പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതുതന്നെയാണ് പത്രോസ്ലീഹായും പറയുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ചവരാണ് നാം ഓരോരുത്തരും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ, വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം, വെളിച്ചത്തിൽ വിശ്വസിപ്പിൻ. ഫെയ്ത്ത് ഇൻ ദ ലൈറ്റ്. വെളിച്ചത്തിൽ വിശ്വസിക്കുക. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം ഇരുളിന്റെ മാർഗത്തിൽ കടന്നു പോകുന്നുവെങ്കിൽ ക്രിസ്തു നമ്മളോട് പറയുന്നു, ഇരുളിൽ നിന്നും പ്രകാശത്തിന്റെ അനുഭവത്തിൽ നടക്കുവാൻ വേദനിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ എന്റെയും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടതാണ് വെളിച്ചത്തിൽ നടന്നവനായ പരിശുദ്ധനായ പരിമല തിരുമേനി. ദൈവ വെളിച്ചത്തിൽ, ദൈവ അത്ഭുതത്തിൽ, ദൈവമായ വെളിച്ചത്തിന്റെ അനുഭവത്തിൽ ജീവിച്ചവനാണ് പരിമല തിരുമേനി. ക്രിസ്തു പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പക്ഷെങ്കിൽ യു ആർ ഓൾസോ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമാകും. അപ്പോൾ മുമ്പ് ഓർപ്പിച്ചതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ പ്രകാശം പരത്തുവാനായി ദൈവം വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും, കടന്നുപോയ പിതാക്കന്മാരും പരിശുദ്ധന്മാരും. ഈ വെളിച്ചത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇന്ന് വെളിച്ചവും അന്ധകാരവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളിന്ന് വായിച്ചു കാണുമായിരിക്കും, 2 കുട്ടികളെ പിതാവിന്റെ അനിയൻ കഴുത്തറുത്തു കൊന്നു. കൂടാതെ നിങ്ങൾ ഓരോ ദിവസം പത്രത്തിൽ വായിക്കുന്നതാണ്, മൃഗീയതയുടെ അനുഭവത്തിൽ മനുഷ്യനെ മറന്നുകൊണ്ട് മൃഗങ്ങൾക്ക് തുല്യതയിൽ ജീവിക്കുന്ന അനുഭവം. ഇവിടെ എവിടെയാണ് പ്രകാശമുള്ളത്? പ്രകാശത്തിന്റെ അനുഭവം നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടോ? നമ്മുടെ സമൂഹ ജീവിതത്തിലുണ്ടോ? ഇടവകയിലുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. പരിശുദ്ധനായ പത്രോസ്ലീഹ നമ്മളോട് പറയുന്നു, ആ ദുരാത്മാവ് ചോദിച്ചു, ഹു ആർ യു എന്ന് ചോദിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും പറയേണ്ട ഉത്തരമാണ് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ. ഇരുളിന്റെ അവസ്ഥയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നതാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേർതിരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, വിശുദ്ധനായ അന്തോനിയോസിന്റെ ജീവിതചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. തിന്മ ചെയ്ത് ജീവിച്ച് നടന്ന മനുഷ്യൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥന കേട്ടു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. സകലവും വിറ്റ് ദൈവത്തിന് കൊടുത്തു. അന്തോനിയോസ് ലോകപ്രകാരം ജീവിതം മാറി, ആശ്രമ പ്രസ്ഥാനത്തിന് സ്ഥാപകനായി മാറി. വിശുദ്ധ അന്തോനിയോസ്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഇതാണ് നീ ആരാണ് എന്ന് ചോദിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം. രണ്ടാമതായിട്ട് പരിശുദ്ധനായ പത്രോസ്ലീഹ നമ്മോട് പറയുന്നു, ഈ വാക്ക് തന്നെ പറയുന്നു, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? വിളിക്കപ്പെട്ടവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. To proclaim the glory of God. ദൈവമഹത്വം മനുഷ്യന് വെളിപ്പെടുത്തുവാൻ, മനുഷ്യന് നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. ഇതാണ് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പരിശുദ്ധനായ പത്രോസ്ലീഹ നമ്മളോട് പറയുന്ന ഉത്തരം. പരിശുദ്ധനായ പരിമല തിരുമേനിയെ ഓർക്കുമ്പോഴും ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ ഗ്ലോറിയെ മഹത്വപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് നൽകുവാൻ കഴിഞ്ഞ ഒരു പുണ്യപിതാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ദൈവമഹത്വം വെളിപ്പെടണം. പിറവിക്കുടനായ മനുഷ്യന്റെ കാഴ്ചയില്ലാത്ത അനുഭവം കണ്ടുപിടി ചോദിക്കുകയാണ്,
ഇവന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് ഇവന്റെയോ ഇവന്റെ പിതാക്കന്മാരുടെയോ പ്രയത്നമാണോ? കർത്താവ് പറയുന്നതെന്നാ? അല്ല, ദൈവമഹത്വം വെളിപ്പെടുവാനായിട്ടാണ്. എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവം മുമ്പാകെ വിളിയുടെ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ കഴിയണം. പരിശുദ്ധനായ പരിമല തിരുമേനി തന്റെ നാഥന്റെ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, our duty is to proclaim the goodness of God. ദൈവമഹത്വം വെളിപ്പെടുത്തുക, അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നാം ഓരോരുത്തരും. അവർ നമ്മോട് ചോദിക്കുകയാണ്, ഹു ആർ യു എന്ന് ചോദിച്ചാൽ രണ്ടാമതായി പറയേണ്ട ഉത്തരം എന്താണ്? ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവമഹത്വം പ്രഘോഷിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് ഞാനും നിങ്ങളും എന്ന ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. സഭയുടെ പീഡനകാലങ്ങളിൽ വളരെയധികം ത്യാഗം സഹിച്ച അനേകം പിതാക്കന്മാരുടെ ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം. ചർച്ച് ഫാദേഴ്സ്, ആന്റി നേഷൻ ഫാദേഴ്സ് ആൻഡ് അതിനുശേഷമുള്ള നേഷൻ ഫാദേഴ്സിന്റെ ചരിത്രവും വളരെ വോളിയംസ് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ പിതാക്കന്മാരുടെയൊക്കെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് പോളികർപ്പോസ്. പോളികർപ്പോസ് പിതാവ് 86 വയസ്സായി, പ്രായത്തിന്റെ അവസ്ഥയിലെത്തി. ഗ്രീക്കിലെ റോമാ ചക്രവർത്തിമാര് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന അനുഭവത്തിൽ പോളികർപ്പോസ് പിതാവ് പിടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. കൊല്ലുവാനായ രാജാക്കന്മാർ ചങ്ങലകളെ ബന്ധിച്ചുകൊണ്ട് പോളികർപ്പോസിനെ കൊണ്ടുവരുന്നു. രാജാവിന് മുന്നിലെത്തി പോളികർപ്പോസിനോട് പറഞ്ഞു, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ നിന്നെ ഇവിടെ നിന്നും സ്വതന്ത്രമാക്കാം. എന്താണ്? റോമൻ ഗവൺമെന്റ് ചക്രവർത്തിയെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ ത്യജിച്ചു പറയണം. പോളികർപ്പോസ് പിതാവ് തിരിച്ചു പറഞ്ഞു, കഴിഞ്ഞ 86 വർഷക്കാലം ഞാൻ ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ സേവിച്ചു. ഇതുവരെയും അവൻ എനിക്കൊരു ജീവിതത്തിൽ ഒരു പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ പരമകാരുണികനായ ദൈവത്തെ ത്യജിച്ചു പറയുവാനായി കഴിയും? ജീവിതത്തിൽ നിന്നും മാറ്റപ്പെട്ട് ഗളച്ഛേദം ചെയ്യപ്പെട്ട് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടുവെങ്കിലും പോളികർപ്പോസ് നമ്മളോട് പറയുന്നു, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടവൻ എന്തിനെ വിളിച്ചിരിക്കുന്നുവോ ആ വിളിയുടെ വിളി അനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ദൈവമഹത്വം പ്രഘോഷിക്കുവാൻ, ജനങ്ങളിലേക്ക് നൽകുവാൻ, മറ്റുള്ളവർക്ക് നൽകുവാനായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഇതാണ് പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മളോട് പറയുന്നത്. എന്നിൽ കൂടിയും നിങ്ങളിൽ കൂടിയും ദൈവമഹത്വം വെളിപ്പെടുവാനായിട്ട് കഴിയണം. രണ്ടാമതായിട്ട് ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, ദൈവമഹത്വം വെളിപ്പെടുത്തുവാൻ, പ്രഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ് ഞാനും നിങ്ങളും. മൂന്നാമതായിട്ട് പത്രോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. എന്താ പറയുന്നത്? നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം ജനവും ആകും. എന്താ രാജകീയ പുരോഹിതം? ഈ കറുത്തൂപ്പായിട്ടിരിക്കുന്ന അച്ഛന്മാർ മാത്രമാണ് പുരോഹിതൻ? അല്ലല്ലോ. സക്കറിയ പുരോഹിതൻ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ പുറത്ത് ജനങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് സക്കറിയ പുരോഹിതൻ ബലിയർപ്പിക്കുവാനായി പ്രവേശിക്കുമ്പോൾ പുറത്ത് ജനങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ വിശ്വാസിയുടെയും കടമ എന്താണ്? പ്രാർത്ഥിക്കുക. എന്റെയും പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഉത്തരവാദിത്വം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണെങ്കിൽ, ജനങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എന്താ? ദൈവത്തെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനും നിങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവത്തിനു വേണ്ടി പൂജ കഴിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. ഈ അർത്ഥം നമ്മൾ ഓർക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പുരോഹിതനും ജനങ്ങളും എന്ന് പറയുന്നത് ഇടയനും ആടുകളും എന്നതുപോലെ തന്നെ കോ സെലിബ്രൻസ് ആണ്. ഒരേപോലെ ദൈവം മുമ്പാകെ ബലിയർപ്പിക്കപ്പെടുന്നവരാണ് പുരോഹിതനും ഐമേനിയും. ഇവിടെയാണ് ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗത്തിന്റെ ഉത്തരവാദിത്വം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മ കണ്ട് ആനന്ദിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ കഴിയുന്നവനാണ് രാജകീയ പുരോഹിത വർഗത്തിന്റെ അർത്ഥം. പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിതത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ കാണാമെന്ന് പമ്പാടി തിരുമേനിയും മറ്റു പല വിശുദ്ധന്മാരും ജീവിതത്തെ അനുവർത്തിച്ചത് എനിക്കില്ലെങ്കിൽ പോലും
മറ്റുള്ളവർക്ക് നൽകണം എന്നതാണ്. ഇതാണ് രാജകീയ പുരോഹിത വർഗം എന്ന് നമ്മൾ ഓർക്കേണ്ടത്. പിന്നീട് പറയുന്നു വിശുദ്ധ വംശം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് അവർക്കു വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. അപ്പോൾ നമ്മൾ വിശുദ്ധ വംശമാണ്, നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വംശമാണ് എന്ന് പത്രോസ്ലീഹ നമ്മളോട് ഓർപ്പിക്കുന്നു. മൂന്നാമതായി പറയുന്നു സ്വന്ത ജനം. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ദൈവത്താലിന്റെ ജനം എന്നാണ് അർത്ഥം. ഇപ്പൊ സ്വന്തം ജനം, ദൈവത്തിന് ജനമായി വേർതിരിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പിതാക്കന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഭാപിതാവാണ് ഗ്രിഗറി ഓഫ് നിസ്സ എന്ന് പറയുന്നത്. ഗ്രിഗറി ഓഫ് നിസ്സ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. കുസ്തന്തീനോസ് സിനോസിൽ വെച്ച് തൃത്വത്തെ വ്യാഖ്യാനിച്ചു നൽകുവാൻ ശ്രമിച്ച 3 പിതാക്കന്മാരാണ് കപ്പദോക്യൻ പിതാക്കന്മാർ. നമ്മുടെ കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഡോക്ടറൽ വിഷയം ഇതുതന്നെയായിരുന്നു, ഗ്രിഗറി ഓഫ് നിസ്സ. ഗ്രിഗറി ഓഫ് നിസ്സായുടെ ചിന്തകൾ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചിന്തയുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ട്രാൻസ്പെറന്റ് ആയിരുന്നു. എന്താ ട്രാൻസ്പെറന്റ് എന്ന വാക്കിന്റെ അർത്ഥം? ഒരു ഗ്ലാസ് എടുത്ത് മുന്നേ വെച്ചു. നമ്മൾ പഠിക്കാറുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രിസത്തെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. എന്താ പ്രിസം? വെളിച്ചം കടത്തിവിട്ടാൽ വ്യത്യസ്തമായ കളറുകളിൽ അത് വ്യാപിപ്പിക്കും. ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് ലൈറ്റ് അടിച്ചാൽ എന്ത് പറ്റും? ആ ലൈറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ട്രാൻസ്പെറന്റ് ആണ്. വെളിച്ചത്തെ കടത്തിവിടുവാൻ കഴിയുന്ന അനുഭവം, നന്മയുടെ അനുഭവം, മറ്റുള്ളവരെ കടത്തിവിടുവാൻ കഴിയുന്ന അനുഭവം. സൃഷ്ടിയിൽ നമ്മൾ കാണുന്നു, വെയിലാറുമ്പോൾ പിതാവാം ദൈവം നടന്നു വന്ന് സൃഷ്ടിയോട് കൂടി നടക്കുന്ന അനുഭവം. അവന്റെ സ്വയം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനോട് കൂടി സല്ലപിക്കുന്ന, നടക്കുന്ന, ആനന്ദിക്കുന്ന ഒരു ദൈവമുണ്ടായിരുന്നു. പക്ഷേ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ആരായിരുന്നു? ട്രാൻസ്പെറന്റ് ആയിരുന്നു. വെളിച്ചത്തെ കടത്തിവിടുവാൻ തക്കവണ്ണമുള്ള നിർമ്മല മനസ്സുള്ളവനായിരുന്നു. ഗ്രിഗറി ഓഫ് നിസ്സ പറയുകയാണ്, ദൈവത്തിന്റെ ഛായയിൽ നിർമ്മിച്ച മനുഷ്യൻ അവൻ ദൈവത്തോടുള്ള സ്വകിത്വം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, പാപം ചെയ്ത് അവന്റെ തേജോവസ്ത്രം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ ആരായി തീർന്നു? ഗ്രിഗറി ഓഫ് നിസ്സ ഉപയോഗിക്കുന്ന പദം ഇതാണ്, അവൻ കരിക്കട്ടയായി തീർന്നു. എന്താ കരിക്കട്ടയുടെ പ്രത്യേകത? എത്ര ഊതിയാലും അത് തീയില്ല എങ്കിൽ കരിയായി തന്നെ നിൽക്കും. നമ്മളെടുത്താൽ നമ്മുടെ ശരീരം കരിയാവും, തൊടുന്നവനെ മുഴുവൻ അത് കരിയാക്കും. ഗ്രിഗറി ഓഫ് നിസ്സ പറഞ്ഞ എന്ത് ഇതാണ്, പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ ട്രാൻസ്പെറന്റ് ആയിരുന്നുവെങ്കിൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ കരിക്കട്ടയായി തീർന്നു. അതുകൊണ്ടാണ് യഹോവയാം ദൈവം അവനെ വിളിച്ചു, ആദമേ ആദമേ. ആദം പറയുകയാണ്, ഞാൻ നഗ്നനാകുന്നു എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അവൻ മരത്തിന്റെ പുറകിൽ ഒളിച്ചു. നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവസംസർഗം നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തെ നഷ്ടപ്പെടുത്തി കരിക്കട്ടയോട് തുല്യമായി എന്ന് ബോധ്യമായത് കൊണ്ടാണ് അവൻ പറഞ്ഞത്, ദൈവമേ ഞാൻ നഗ്നനെന്ന് തിരിച്ചറിയുന്നു. ഗ്രിഗറി ഓഫ് നിസ്സ ഇതാണ് പറയുന്നത്. ട്രാൻസ്പെറന്റ് അനുഭവത്തിൽ നിന്നും മനുഷ്യൻ എന്തു ചെയ്തു? വിശുദ്ധി തടയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മൾ ഓർക്കേണ്ടത്, സ്വന്തം ജനമായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളും ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ, വെളിച്ചം പോലെ മറ്റുള്ളവർക്ക് റിഫ്ലക്റ്റ് ചെയ്യുവാൻ, നമ്മളെ കണ്ട് ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ നിന്ന് നഥാനിയേലിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവം എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുവാൻ കഴിയുമോ? പരിശുദ്ധനായ പത്രോസ്ലീഹ ഹു ആർ യു എന്ന് ചോദിച്ച ഉത്തരത്തിന് മൂന്നാമതായി പറയുന്ന ഉത്തരമാണ്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകും. നാലാമതായിട്ട് പത്രോസ്ലീഹ പറയുന്ന ഉത്തരമാണ്, നീ ആരാണ് എന്ന് ചോദിക്കുന്ന ഉത്തരം പറയുന്നു, ഇപ്പോഴോ നിങ്ങൾ കരുണ ലഭിച്ചത്. ദൈവ കരുണ ലഭിച്ചവനാണ് ഞാനും നിങ്ങളും. ദൈവത്തിന്റെ അദൃശ്യമായ കരുണ ലഭിച്ചുകൊണ്ട് മുന്നേറുന്നവരാണ് ഞാനും നിങ്ങളും. ഇനി എന്താണ് കരുണ? എന്താണ് കരുണ എന്ന വാക്കിന്റെ അർത്ഥം? എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ തന്റെ ഭർത്താവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ് ഇന്നത് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ ആ ആള് ചെയ്തു തരുന്നതാണോ കരുണ? അതെന്റെ അവകാശമാണ്, അല്ലേ? അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ചായ എനിക്ക് ഇന്നത് വാങ്ങിത്തരണമെന്ന് പറഞ്ഞാൽ ഭർത്താവ് അത് വാങ്ങിക്കൊടുത്താൽ അത് കരുണയല്ല, അത് അവളുടെ അവകാശമാണ്.
അതുകൊണ്ടാണല്ലോ ലക്ഷങ്ങൾ കൊടുത്ത് സീനയുടെ കൊടുത്ത് കിട്ടിച്ചു വിടുന്നത്, അല്ലേ? അപ്പോൾ ഭർത്താവ് ഭാര്യ പറയുന്നത് കേൾക്കണം. അപ്പോൾ ഭാര്യ പറയുകയാണെന്ന് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്നത് ഔദാര്യമല്ല, അതെന്താണ്? അവന്റെ കടമയാണ്. പിന്നെന്താണ് കരുണ? കരുണ എന്ന വാക്കിനെ കൊടുത്ത ഡെഫിനിഷൻ ഇങ്ങനെയാണ്: അർഹതയില്ലാത്ത ഔദാര്യം. അർഹതയില്ലാത്ത ഔദാര്യം. നമ്മുടെ പൊന്നു തമ്പുരാനോട്, യേശു തമ്പുരാനോട്, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് എന്താണ്? അതാണ് കരുണ. എനിക്ക് അർഹതയില്ല. ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നോട് കരുണ ചെയ്യണമേ. ഹാവ് മേഴ്സി അപ്പോൺ മീ. എന്നോട് കരുണ ചെയ്യണം. ഇതാണ് കരുണ. അർഹതയില്ലാത്തത് നമുക്ക് ലഭിക്കുമ്പോഴാണ് അത് കരുണയായിട്ട് മാറുന്നത്. അപ്പോൾ അർഹതയില്ലാത്ത ഔദാര്യം സ്വീകരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. തമ്പുരാനിൽ നിന്നും എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇന്ന് സന്ധ്യയുടെ സമയത്ത് വരുന്ന വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ മറ്റു വണ്ടി ഒന്ന് മുട്ടിയിരുന്നെങ്കിൽ ഈ ദേവാലയത്തിൽ ഒന്ന് നിൽക്കുവാൻ കഴിയുമായിരുന്നു. രാവിലെ ഇറങ്ങിയ സമയത്ത് കാലൊന്നും എടുത്തിരുന്നെങ്കിൽ കഴിയുമായിരുന്നു. പലതൊക്കെ നമ്മൾ എന്റേതാണെന്ന് പറയാറുണ്ടല്ലോ. ദൈവം തന്ന അദൃശ്യമായ കൃപകളെ, അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മുടെ അർഹതയില്ല. ദൈവത്തിന്റെ കരുണ ലഭിക്കുവാൻ നമുക്ക് അർഹതയില്ല. കാരണം നമ്മൾ ശാന്തമായി ചിന്തിച്ചാൽ അറിയാം, ദൈവത്തിന്റെ എത്ര വാക്കുകൾ നമ്മൾ അനുസരിക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് കണ്ണോടിച്ചാൽ മതി. അർഹതയില്ലാത്ത ഔദാര്യത്തെ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിന്റെ കരുണ അനർഹമായി ആസ്വദിക്കുന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധനായ പത്രോസ്ലീഹ പറയുന്നത്, ഇപ്പോഴോ നിങ്ങൾ കരുണ ലഭിച്ചവർ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ ലഭിച്ചവരാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ കരുണ നമുക്കറിയാം. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ഒരു 15 വർഷം അവന്റെ ആയുസ്സിനോട് നീട്ടിക്കൊടുത്തു. ദൈവത്തിന്റെ കരുണ അതനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് ദൈവമഹത്വം എന്താണ് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഏറ്റവും വലിയ നന്മയും ഇതുതന്നെയായിരുന്നു. കരുണ ലഭിച്ചവൻ, മറ്റുള്ളവർക്ക് അർഹതയില്ലാത്ത ഔദാര്യം പകർന്നു കൊടുക്കുവാൻ കഴിവുള്ളവൻ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഈ അർത്ഥം നമ്മൾ ഉൾക്കൊള്ളണം. പത്രോസ്ലീഹ നമ്മളോട് പറയുന്നു, നീ ആരാണ് എന്നൊരാളെ ചോദിച്ചാൽ പറയുന്ന 4ാമത്തെ ഉത്തരമാണ്, ദൈവത്തിന്റെ അർഹതയില്ലാത്ത ഔദാര്യം സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ഈ ചോദ്യം ചോദിച്ചത് ആരാണ്? ഈവിൽ സ്പിരിറ്റ്, ദുരാത്മാവാണ്. സ്കേവായുടെ മക്കളോട് ചോദിക്കുന്നത്, ഹു ആർ യു? ക്രിസ്തുവിനെ അറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾ ആരാകുന്നു? പലപ്പോഴും നമ്മളോടും ചോദിക്കുന്ന ചോദ്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ദുരാത്മാവ് സമൂഹത്തില് തിന്മയുടെ അനുഭവത്തിലൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, നീ ആരാകുന്നു? നമുക്കൊക്കെ ഒരു പേരുണ്ട്. പലപ്പോഴും പറയുമായിരിക്കാം, പേര് വെച്ച് ഞാൻ ഇന്നരാകുന്നു പറയുമായിരിക്കും. പക്ഷെങ്കിൽ ആ പേരല്ല. ഒരു ജീവമുദ്ര പതിച്ച ദൈവത്തിന്റെ ബുക്കിൽ പേരുകൾ പതിഞ്ഞിരിക്കുന്ന നമ്മുടെ പേരുകൾ, ആ പേരെന്താകുന്നു എന്ന് തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പത്രോസ്ലീഹ ഞാൻ ആരാകുന്നു എന്ന ചോദ്യത്തിന് പറഞ്ഞ 4 ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ 2-3 ആശയങ്ങളുടെ മുമ്പാകെ വെച്ചു. ഒന്നാമതായി പറഞ്ഞത്, ആരാണ് വിശുദ്ധൻ? വിശുദ്ധനാരാണ്? ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, നിർമ്മല മനസ്സുള്ളവൻ. പിന്നെ ഞാൻ പറഞ്ഞത് മോഡസ്റ്റി ആൻഡ് ഹോണസ്റ്റി, താഴ്മയുള്ളവൻ. പരിശുദ്ധനായ പരിമല തിരുമേനി ഓർക്കുമ്പോഴും ഈ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു. ആ വിശുദ്ധന്റെ സന്നദ്ധതയാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. പരിശുദ്ധ പിതാവേ, പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, ആ പിതാവിനോട് മധ്യസ്ഥ അഭയം പ്രാപിക്കുവാനാണ് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. ഓർക്കുക, ക്രിസ്തുവല്ലാതെ മറ്റൊരു പരിശുദ്ധനില്ല. ആ പരിശുദ്ധന്റെ, വലിയവനായ ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ പരിശുദ്ധ താഴെ നിൽക്കുന്ന പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പരിശുദ്ധ നമുക്ക് കോട്ടയായി തീരണം. ഈ വിശുദ്ധന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചോദ്യമാണ്, ഹുവമായി, ഞാൻ ആരാണ്? പരിശുദ്ധ പിതാവിനെ പോലെ എനിക്ക് ദൈവത്തെ സാക്ഷീകരിക്കുവാൻ, ദൈവത്തെ രുചിച്ചറിയുവാൻ, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ എനിക്ക് ട്രാൻസ്ലേറ്റർ ആകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ മഹത്വങ്ങളെ
ദൈവ നന്മകളെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇവിടെ പരിശുദ്ധനായ പത്രോസ്ലീഹ 3-4 ഉത്തരം നമ്മൾ പറയുന്നത്. ഞാൻ ആരാകുന്നു എന്നതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത്. ഒന്ന്, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, വെളിച്ചത്തിലേക്ക് ജീവിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഗമാണ്, ജാതിയാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. രണ്ടാമതായി പറഞ്ഞത്, വിളിച്ചവന്റെ മഹത്വം ഘോഷിക്കുവാൻ നിയോഗിതരാണ് ഞാനും നിങ്ങളും. എന്നെ വിളിച്ചവന്റെ വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ, അവന്റെ വിളിയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. മൂന്നാമതായി പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല, പത്രോസ്ലീഹ പറയുന്നത്, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാകുന്നു. ദൈവത്തിന് മുമ്പാകെ ബലിയർപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനോടൊപ്പം നിന്ന് ബലിയർപ്പിക്കപ്പെടുന്ന പുരോഹിത വർഗമാണ് നിങ്ങൾ. അതുകൊണ്ട് നമ്മളും വൈദിക ശ്രേഷ്ഠരും വൈദികരും ഐമേനികളും എന്നുള്ള ബന്ധം കോസെലിബ്രന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓർക്കുക, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവുമാകുന്നു. നാലാമതായി പറഞ്ഞത്, കൃപ ലഭിച്ചവർ, ഔദാര്യമില്ലാത്ത, അനർഹമല്ലാത്ത ഔദാര്യം സ്വീകരിക്കുന്ന വ്യക്തികളാണ് ഞാനും നിങ്ങളും. ഇതാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എന്നോടും നിങ്ങളോടും പറയുന്നത്. ഈ ചോദ്യത്തിന് കണ്ടെത്തുവാൻ ഈ പരിശുദ്ധനായ പരിമേലത്തിനുടെ പെരുന്നാൾ നമുക്ക് അനുഗ്രഹമാകണം. പരിശുദ്ധനായ പരിമേലത്തിനുമേനി എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്ന് തിരിച്ചറിയുവാൻ, സ്വയം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതുകൊണ്ട് ഈ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാളിനെ സമീപിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഒരു കഥയോടെ പറഞ്ഞുകൊണ്ട് ചേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കടൽക്ഷോഭത്തിൽ അകപ്പെട്ട ഒരു വലിയ കപ്പൽ, അങ്ങനെ കപ്പൽ ക്ഷോഭത്തിൽ അകപ്പെട്ട് കപ്പൽ നശിക്കുവാനായി പോവുകയാണ്. കപ്പിത്താൻ പറഞ്ഞു, കപ്പലിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. അവരുടെ സാധനങ്ങളൊക്കെ അവരെ സൂക്ഷിച്ചു, ഓരോരുത്തർ കെട്ടുവാണൊക്കെ എടുത്ത് കെട്ടിവെച്ചു. അവസാനം കപ്പൽ ഇങ്ങനെ ആടി ഉലയുമ്പോൾ കപ്പലിൽ യാത്ര ചെയ്ത ഒരു മനുഷ്യൻ ഈ കപ്പിത്താനെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കപ്പൽ ആടി ഉലയുന്നു, അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ചുകൊണ്ട് ഈ മനുഷ്യൻ കപ്പിത്താൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ കപ്പിത്താനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവൻ കപ്പിത്താനെ നോക്കുമ്പോൾ ഇവിടെ കപ്പിത്താനെ കണ്ടു, തിരിച്ചു വന്നു. ഇവൻ പറയുന്നത്, ജനങ്ങളോട് പറയുകയാണ്, കപ്പൽ ക്ഷോഭത്തിലകപ്പെട്ട് കപ്പൽ തകരുകയാണ്. ഇങ്ങനെ ആടി വന്നതിൽ ഇവൻ ക്യാപ്റ്റനെ കണ്ടു. ക്യാപ്റ്റനെ കണ്ടിട്ട് തിരിച്ചു വന്ന് അവൻ വിശ്വാസം അവിടെ ജനങ്ങളോട് മുഴുവൻ പറയുകയാണ്, ഡോണ്ട് ബി അഫ്രൈഡ്, ഓൾ ഈസ് വെൽ, ഐ ഹാവ് സീൻ ക്യാപ്റ്റൻസ് ഫേസ് ആൻഡ് ഹി സ്മൈൽഡ്. എന്താ പറഞ്ഞത്? ഡോണ്ട് ബി അഫ്രൈഡ്, ഓൾ ഈസ് വെൽ, ഐ ഹാവ് സീൻ ക്യാപ്റ്റൻസ് ഫേസ് ആൻഡ് ഹി സ്മൈൽഡ്. ഞാൻ ക്യാപ്റ്റന് മുഖം കണ്ടു, ചിരിക്കുന്ന മുഖത്തോടുകൂടി ഞാൻ ക്യാപ്റ്റനെ കണ്ടതുകൊണ്ട് കപ്പൽ തകരുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കും. അവനെന്താ വിശ്വാസമായത്? ക്യാപ്റ്റന്റെ ചിരിക്കുന്ന മുഖം കണ്ടപ്പോൾ അവർ മനസ്സിലായി ഈ കപ്പൽ തകരുകയില്ല. അവന്റെ വിശ്വാസം ആ കപ്പൽ രക്ഷിച്ചു. അവർ മുഴുവനും കൂടെ പ്രാർത്ഥിച്ചു. കപ്പൽ ആ പ്രശ്നങ്ങളിൽ നിന്നും സുരക്ഷിതമായി തീരത്തടിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്ക് നമ്മൾ ഓർക്കുക, ഐ ഹാവ് സീൻ ക്യാപ്റ്റൻസ് ഫേസ് ആൻഡ് ഹി സ്മൈൽഡ്. ഞാൻ ദൈവത്തിന്റെ മുഖം കണ്ടു, അവൻ ചിരിക്കുന്ന മുഖമുള്ളവനാണ്. കർത്താവിന് ചിരിക്കുന്ന മുഖം കാണുവാൻ, കർത്താവിന്റെ പുതിയ അനുഭവത്തെ ദർശിക്കുവാൻ ഈ പെരുന്നാള് നമുക്ക് ഇടയായി തീരണം. ചിരിക്കുന്ന ദൈവമുഖമുള്ള ഫോട്ടോ ഒന്നും ഇന്ന് ഭവനങ്ങളിൽ കാണില്ല. കാണുന്ന ക്രിസ്തുവിന്റെ മുഖമൊക്കെ ഒരു പക്ഷെങ്കിൽ വലിയ ഗൗരവമുള്ളതാണ്. ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖമുണ്ട്. ലവിങ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. കഴിയുമെങ്കിൽ ആ പടമൊക്കെ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഒട്ടിച്ചു വെക്കണം. ചിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം കണ്ടുകൊണ്ട് വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ പരമുള്ള ലാക്കിലേക്ക് യാത്ര ചെയ്യുവാൻ ഈ പരിശുദ്ധനായ പരിമലത്തിരുമയുടെ ഓർമ്മയും ഈ പെരുന്നാളും നമുക്ക് ഇടയായി തീരണം. ഈ വലിയ അനുഭവത്തിൽ മുന്നേറുവാൻ ഈ പരിശുദ്ധനായ പരിമലത്തിന്റെ മധ്യസ്ഥ നമുക്ക് അനുഗ്രഹമാകട്ടെ. പരിശുദ്ധനായ പരിമലത്തിന്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകട്ടെ. എന്നെയും നിങ്ങളെയും വിളിച്ച വിളിക്കനുസരിച്ച് ഞാൻ ആരാകുന്നു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആ വിളിയിലേക്ക് മുന്നേറുവാൻ കഴിയണം. സ്കെപ്പായുടെ മക്കളെ പോലെ ധനലാഭത്തിന് വേണ്ടിയോ ലോകപ്രകാര മോഹങ്ങൾക്ക് വേണ്ടിയോ അല്ല, ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, ക്രിസ്തുവിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ പരിശുദ്ധനായ പരിമലത്തിന്റെ പെരുന്നാൾ ഏറ്റവും അർത്ഥമാക്കി യോഗ്യമാകും. ആ ചിന്തയിൽ മുന്നേറുവാൻ എന്നെയും നിങ്ങളെയും ഈ പരിശുദ്ധന്റെ ഓർമ്മയിൽ കൂടി കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം ദൈവമുമ്പാകെ തലകുനിക്കുന്നു.
മഹാകാരുണ്യവാനും നിത്യനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങയുടെ വിശുദ്ധിയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധിയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകുന്ന ഈ പരിശുദ്ധനായ പരിമളത്തിനുമേടെ പെരുന്നാളിന്റെ അനുഭവത്തിൽ പരിശുദ്ധ പരിമളത്തിനുമേനിയെ പോലെ ആയിത്തീരുവാൻ, ഞങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവെ, അങ്ങ് ആരാണെന്ന് തിരിച്ചറിയുവാൻ, അങ്ങേ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ, പുനർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിന് നൽകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പത്രോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഞാൻ ആരാകുന്നു എന്ന് പറയുമ്പോൾ നന്മയിൽ നിന്ന് മകന്നിരിക്കുന്ന സമൂഹത്തെ തിന്മ അനുഭവത്തിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ഞങ്ങളെ നയിക്കുവാൻ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും സ്വന്തം ജനവുമായ ഞങ്ങൾക്ക് അവിടുന്ന് സംഗതിയാക്കണമേ. അർഹതയില്ലാത്ത ഔദാര്യം ഞങ്ങൾക്ക് നൽകി കൃപയാകുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളെ നൽകി പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പൂർണ്ണമായി ഞങ്ങളെ തിരിച്ചറിയുവാൻ പരിശുദ്ധന പരിമലത്തിനുമേനിയെ പോലെ ഞങ്ങൾക്കും അങ്ങ് യോഗ്യത നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹവും തന്ന് ഞങ്ങളെ വാഴ്ത്തണമേ. കർത്താവെ, ഈ പെരുന്നാൾ അനുഗ്രഹപ്രദമായി സംബന്ധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. എല്ലാം തിരുനാമഹത്വത്തിനായി തീരണമേ. സകലവും സകലത്വാലെ തിരുനാമഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയായി തീരണമേ. ആയത് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.